ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ഇസ്ലാം പറയുന്നത് എന്താണ്? രണ്ട് കൂട്ടരുടെയും ഭാഗത്ത് നിന്ന് ചർച്ചയ്ക്ക് ആളുകൾ വരണമെന്നാണ്. അതിൻ്റെ മുമ്പ് ഒരു നുഷൂസ്, ഒരു വേർപാട് ഭയപ്പെടുന്നൊരു ഘട്ടം ഉണ്ടാകുകയാണെങ്കിൽ ഭർത്താവിനോട് പറയുന്നുണ്ട് എന്ത്, നീ ഭർത്താവിനോട് പറയണം, നീ എന്താക്കണം, ഉപദേശിക്കണം. വഇലുഹുന്ന. അപ്പോൾ ഉപദേശങ്ങൾ എന്താകുന്നില്ല, ഫലം ചെയ്യുന്നില്ല. അപ്പോൾ പറഞ്ഞു വഹ്ജുറുഹുന്ന ബിൽ മലാജിഅ, എന്താക്കുക, കിടപ്പറയിൽ നിങ്ങളൊന്ന് പരസ്പരം മാറിക്കിടക്കണം എന്ന് പറഞ്ഞത്. അവിടെ അതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുകയാണ് കിടപ്പറയിൽ മാത്രം. അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടെന്നുള്ള ഇവർ ആരറിയാൻ പാടില്ല? ഭർത്താവിൻ്റെ വീട്ടിലുള്ള ബാക്കിയുള്ള ആളുകൾ അറിയാൻ പാടില്ല, ഭാര്യയുടെ വീട്ടിലുള്ള മറ്റുള്ള ആളുകൾ അറിയാൻ പാടില്ല. അവർ തമ്മിലുള്ള പ്രശ്നം അവരുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങണം. മക്കളുടെ ഇടയിലോ ആരുടെ ഇടയിൽ വരാൻ പാടില്ല. പുറത്ത് വരുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല. എന്നാൽ രാത്രി കിടക്കാൻ നേരത്ത് രണ്ടാളും രണ്ട് ഭാഗത്തേക്ക് കിടക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് അത് സ്വാഭാവികമാണ്. വിവാഹ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. സ്നേഹത്തോടു കൂടി കഴിയുന്ന രണ്ട് ദമ്പതികൾ ഒരു കട്ടിലിന് അങ്ങേപ്പുറം ഇങ്ങേപ്പുറം കിടന്നു കഴിഞ്ഞാൽ എത്ര കണ്ട് അതിന് സാധിക്കും എന്നുള്ളത്. അപ്പോൾ അവിടെ മാനസികമായിട്ട് അവർ പിരിയാനല്ല, ഇണങ്ങിച്ചേരാൻ തന്നെയുള്ള അവസരങ്ങളാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. എന്നിട്ടും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞത് വദരീബു ഹുന്ന, അവരെ നിങ്ങളെന്താക്കണം, ചെറിയ രൂപത്തിൽ നിന്ന് അടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞ് ഹദീസിൽ ആണെന്ത്, മുറിവാകുന്ന രൂപത്തിൽ അടിക്കാൻ പാടില്ല, മുഖത്തടിക്കാൻ പാടില്ല, അവൾക്ക് അഭിമാനക്ഷതം ഉണ്ടാകുന്ന രൂപത്തിൽ. അതായത് സ്നേഹമുള്ള ഒരു ആൾ സ്വാഭാവികമായിട്ടും ചെറുതായിട്ടൊന്നും ഇങ്ങനെ കൊട്ടിയാൽ തന്നെ എന്താവും, അത് മാനസികമായിട്ട് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന സംഭവമാണ്. ആ രൂപത്തിലാണ് പറഞ്ഞത്. എന്നിട്ടും ഇതെന്താണില്ല, ശരിയാകണില്ല, ഒന്നിച്ചു പോകാനുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്നില്ല എന്ന് തോന്നുമ്പോൾ പിന്നെയാണ് എന്താക്കുന്നത്, രണ്ടാളുകളും രണ്ട് കുടുംബത്തിൽ നിന്ന് വീണ്ടും പുറത്തുള്ള ആളുകൾ അപ്പോഴാണ് അറിയേണ്ടത്. എന്നിട്ട് അവർ ഒരു മൂന്നാം കക്ഷിയും എന്നുള്ള നിലയ്ക്ക് ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും അതുപോലെ തന്നെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ വരുന്നു, സംസാരിക്കുന്നു. എന്നിട്ടും ഇത് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഘട്ടത്തിൽ ഒരു വട്ടം ത്വലാഖ് ചൊല്ലാനുള്ള അവസരം നൽകി. ഒരു വട്ടം ത്വലാഖ് ചെല്ലാൻ. ആ ത്വലാഖ് ചെല്ലുന്ന സമയത്ത് തന്നെ ആ പെണ്ണ് ശുദ്ധിയുള്ളവളായിരിക്കണം. ആ ശുദ്ധിയിൽ അവളെ ലൈംഗികമായി ബന്ധപ്പെട്ട സാഹചര്യം ഉണ്ടാകരുത് എന്നൊക്കെ എന്താക്കുന്ന കൃത്യമായി പറയുന്നുണ്ട്. അല്ലാതെ ദേഷ്യം പിടിച്ചപ്പോൾ ഞാൻ തന്നെ മൂന്നും ചൊല്ലി പോടുന്ന് എന്ന് പറഞ്ഞ ആ രീതികളൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല.